ഒരു ദിവസം ദശരഥ മഹാരാജാവ് മന്ത്രിമാരുമായി രാജ്യകാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം വിശ്വാമിത്രൻ എന്നു പേരുകേട്ട മുനിശ്രേഷ്ഠൻ ആസ്ഥാന സഭാഗൃഹത്തിൻ്റെ വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. ദശരഥൻ പെട്ടെന്ന് സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് വസിഷ്ഠനോടുകൂടി വാതിൽക്കലെത്തി വിശ്വാമിത്രനെ എതിരേറ്റു. മുനിവരനെ യഥാവിധി പൂജിച്ച് ഉപവിഷ്ടനാക്കിയ ശേഷം മഹാരാജാവ് പ്രണാമപൂർവം പറഞ്ഞു: ഋഷീശ്വര, അവിടുത്തെ ആഗമനം എന്നെ ധന്യനാക്കി തീർത്തിരിക്കുന്നു. ഭവാന്മാരെ പോലെയുള്ള പാവനാത്മാക്കളുടെ പാദങ്ങൾ പതിയുന്ന ഭവനം ഐശ്വര്യനികേതനമായിരിക്കുമെന്ന് ഈയുള്ളവനറിയാം. എന്നാലും ഭവാന്റെ ആഗമനോദ്ദേശം എന്തെന്നറിയുവാൻ ആകാംക്ഷയുണ്ട്. അരുളി ചെയ്താലും. മഹാരാജാവേ, കുലഗുരുവായ വസിഷ്ഠാചാര്യരുടെ ഉപദേശമനുസരിക്കുന്ന അങ്ങ് സമീചീനമായ ആചരണത്തിൽ പ്രാവീണ്യനായി തീർന്നിട്ടുള്ളതിൽ അത്ഭുതമില്ല. ഏതാദൃശമായ വിനയം അങ്ങയുടെ കുലീനതയ്ക്ക് മാറ്റുകൂട്ടുന്നു. ഇനി എൻ്റെ ആഗമനോദ്ദേശം പറയാം. അത് ഭവാൻ സാധിച്ചു തരുമെന്ന് കരുതുന്നു. ഒരു അഭ്യർത്ഥനയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. മഹാത്മൻ, അഭ്യർത്ഥനയല്ല, ആജ്ഞ എന്ന് അരുളി ചെയ്താലും. ദശരഥ മഹാരാജാവ് മഹർഷി പറഞ്ഞു തീരും മുൻപേ ഇടയിൽ കയറി പറഞ്ഞു: ആവശ്യക്കാരൻ്റെ നിവേദനം അഭ്യർത്ഥനയല്ലാതെ ആജ്ഞയാകുന്നത് എങ്ങനെയാണ് രാജൻ? അതുകൊണ്ട് എൻ്റേത് അഭ്യർത്ഥന തന്നെ എന്നേ എനിക്ക് പറയാൻ സാധിക്കൂ. കാര്യം മറ്റൊന്നുമല്ല. അടുത്ത കാലത്ത് ദേവപിതൃലോകപ്രീതിക്കായി ഞാനൊരു യാഗം ആരംഭിക്കുകയുണ്ടായി. എന്നാൽ എനിക്കത് മുഴുമിപ്പിക്കാൻ സാധിച്ചില്ല. മാരീച സുബാഹു പ്രഭൃതികളായ ചില രാക്ഷസന്മാർ യജ്ഞവേദി അശുദ്ധപ്പെടുത്തിയതാണ് കാരണം. വേണമെങ്കിൽ എനിക്കവരെ ഭസ്മീകരിക്കാൻ സാധിക്കും. പക്ഷേ യജ്ഞദീക്ഷ എടുത്തിരിക്കുമ്പോൾ ശാപദാനം വിഹിതമല്ല. അതിനാൽ ആ ദുഷ്ടമതികളെ വധിച്ച് യാഗരക്ഷ നടത്താൻ രാമലക്ഷ്മണന്മാരെ എൻ്റെ കൂടെ അയക്കണം. ഈ ഒരു ആവശ്യം അപേക്ഷയുടെ രൂപത്തിലല്ലാതെ ആജ്ഞാപനമായി അവതരിപ്പിക്കുന്നത് ഭംഗിയാണോ? അതിനാലാണ് ഞാൻ ആജ്ഞാപകന്റെ നിലയല്ലാതെ അപേക്ഷകന്റെ നിലയ്ക്ക് അങ്ങയുടെ അരികിൽ വന്നിരിക്കുന്നത്. അങ്ങേക്ക് എൻ്റെ അഭ്യർത്ഥന വിഷമം സൃഷ്ടിക്കുമെന്ന് എനിക്കറിയാം. ശ്രീരാമനല്ലാതെ ഈ രാക്ഷസന്മാരെ വധിക്കാൻ ആർക്കും കഴിയുന്നതല്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കണം. വസിഷ്ഠനുമായി ആലോചിച്ചിട്ട് മതി എന്തെങ്കിലും ചെയ്യാൻ. കുമാരന്മാരെ എൻ്റെ കൂടെ അയച്ചാൽ അങ്ങേക്ക് നല്ലത്. വിശ്വാമിത്രൻ്റെ വാക്കുകൾ അയോധ്യാധിപനെ അസ്വസ്ഥനാക്കി. മഹർഷിയോട് എന്താണ് മറുപടി പറയേണ്ടതെന്നറിയാതെ രാജാവ് കുഴങ്ങി.